ഡോക്ടർ ആസാദ് മൂപ്പരെ കുറിച്ചൊക്കെയുള്ള അവരുടെ കമൻറ്റുകളും അതിൽ ആസ്റ്റർ മിംസിലും അതുപോലെ തന്നെ മെഡിസിറ്റിയിലൊക്കെ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ, അത് മാത്രമല്ല ഒരു മിലിറ്റൻ്റ് രീതിയിൽ, ഒരു കോഴ്സീവ് രീതിയിലാണ് സമരം മുന്നോട്ട് പോയിട്ടുള്ളത്. കുറച്ചുകൂടി മാന്യമായ ഒരു ശമ്പള വർധനവ് നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിനോടും മാനേജ്മെൻറ്റുകളോടും കൂടിയുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനോട് ഇത്തരത്തിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാതെ അതിനോടൊരു ചർച്ച ചെയ്യുന്ന ഒരു സമീപനമല്ലേ അസോസിയേഷനുകളും അതുപോലെ തന്നെ ആശുപത്രി മാനേജ്മെൻറ്റുകളും സ്വീകരിക്കേണ്ടത്? ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്സും KPHയും ഇടപെടാതിരുന്നത് 4-ാം തീയതി വരെ സമരം സർക്കാരിനെതിരെയായിരുന്നു. മിനിമം വേതനം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അത് സർക്കാരിനെതിരെയാണ്, ഞങ്ങൾക്കല്ല അത് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് സർക്കാരാണ് അതിന് ഉത്തരം പറയേണ്ടത്, മാനേജ്മെൻ്റ് അല്ല അതിന് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ഇല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥരനെയൊക്കെ ഏറ്റവും മോശമായ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലൊക്കെയാണ് പോസ്റ്റുകളും അതുപോലെ തന്നെ സമര രീതികളൊക്കെ ഉണ്ടായത്. ബേബി മെമ്മോറിയലിൽ നടന്നതറിയാം. അതുപോലെ തന്നെ ആസ്റ്ററിൽ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പരെ കുറിച്ചൊക്കെയുള്ള അവരുടെ കമൻറ്റുകളും അതിൽ ആസ്റ്റർ മിംസിലും അതുപോലെ തന്നെ മെഡിസിറ്റിയിലൊക്കെ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ ഒരു തൊഴിൽ സമരത്തിനോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിനോ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ക്ലാസ്സിന് ഒരിക്കലും യോജിക്കുന്ന ഒരു രീതിയിലല്ല സമരം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു മിലിറ്റൻ്റ് രീതിയിൽ, ഒരു കോഴ്സീവ് രീതിയിലാണ് സമരം മുന്നോട്ട് പോയിട്ടുള്ളത്.